നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മറ്റൊരു രാമായണ മാസം 1-ാം തീയതി കൂടെ കടന്നു വരാൻ പോവുകയാണ്. മറ്റൊരു കർക്കിടകം 1-ാം തീയതി. നാളെ കഴിഞ്ഞ് വെള്ളിയാഴ്ച കൃത്യം ജൂലൈ 17-ാം തീയതി കർക്കിടകം 1-ാം തീയതിയാണ്. 1-ാം തീയതി ദിവസമായിട്ട് എല്ലാവരും രാവിലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന വസ്തു വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് കണി കാണണേ. വീട്ടിലെല്ലാവരെയും വിളിച്ച് കണി കാണിക്കണേ. ഏറ്റവും ഐശ്വര്യമായിരിക്കും കേട്ടോ. ഒരു വർഷത്തെ ഫലമാണ്. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആളുകളുടെയും ജീവിതം രക്ഷപ്പെടും. ഈ വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായി ജീവിതം മാറുകയും ചെയ്യുന്നതാണ്. ഒരു വർഷത്തെ ഫലം ഏറ്റവും സത്യമുള്ള പുലരിയാണ് രാമായണ മാസ 1-ാം തീയതി പുലരി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ പൂജ നടക്കുന്ന രാമായണ മാസ 1-ാം തീയതി പൂജ നടക്കുന്ന സമയവും ഞാൻ നിങ്ങൾക്ക് രാവിലത്തെ പറഞ്ഞു തരാം. ആ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് അങ്ങ് കണി കണ്ട് പ്രാർത്ഥിക്കൂ. ഒപ്പം ഇവിടെ എൻ്റെ പൂജയും കൂടെ ആവുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഭഗവാനെ, ഭഗവതിയെ, ഭഗവാൻ നാരായണനെ, അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാൻ പോവുക. അതിന് കണി കാണാനുള്ള രീതി, വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള രീതി, അതാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവരും ചെയ്യണം. ഈശ്വര നിമിത്തമായിട്ട്, ഭഗവാൻ നിമിത്തം, എൻ്റെ അമ്മ മഹാലക്ഷ്മി നിമിത്തം എന്നെക്കൊണ്ട് ഇത് പറയിച്ചതാണ്. നിങ്ങളിത് കാണാനിടയായതാണ്. അതിൻ്റെ ഐശ്വര്യം നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്കും കുടുംബത്തിനും തീർച്ചയായിട്ടും ഭഗവതി നിമിത്തം നന്നായി വരും. എല്ലാം സർവം മംഗളമാകും. അപ്പം ആദ്യം തന്നെ എങ്ങനെയാണ് കണി കാണേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് കണി കാണേണ്ടത്, അക്കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യമായിട്ട് മനസ്സിലാക്കുക, എൻ്റെ പൂജ നടക്കുന്ന ഭഗവതി സാന്നിധ്യം ഈ ഭൂമിയിലുള്ള, ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള രാവിലത്തെ ഏറ്റവും ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് വെളുപ്പിനെ 5:03-നും 7:17-നും ഇടയിലുള്ള സമയമാണ്. ഏതാണ്ട് ഒരു 2-2.25 മണിക്കൂർ സമയമുണ്ട്. അതായത് വെളുപ്പിനെ 5:03-നും 7:17-നും ഇടയ്ക്ക് ഉറക്കം എഴുന്നേറ്റ് വിളക്ക് കത്തിക്കണം എന്ന് സാരം. ഇവിടെ എൻ്റെ പൂജ നടക്കുന്ന സമയമാണ്. വീട്ടിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചങ്ങ് തൊഴുതാൽ മതി. വീട്ടിലെ ഗൃഹനാഥയോ ഗൃഹനാഥനോ ആരെങ്കിലും ഒരാൾ രാവിലെ ഐശ്വര്യമായിട്ട് ഈ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി, നമ്മൾ വിഷുവിനൊന്നും കണി കാണുന്നതാണൊക്കെ കണ്ണടച്ചൊന്നും കണി കാണണമെന്നില്ല. രാവിലെ ഒരാൾ എഴുന്നേറ്റ് പോയി കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് വന്ന്, സ്ത്രീകളാണെങ്കിൽ അവർ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവർ രാവിലെ വന്ന് തലേന്നേ വിളക്കൊക്കെ ഒന്ന് ഒരുക്കി വെച്ചേക്കണം. വിളക്ക് ഒരുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വിളക്കൊക്കെ തേച്ച് മിനുക്കി വൃത്തിയാക്കി രാവിലെ കത്തിക്കത്തക്ക രീതിയിൽ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കണം. രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്ന് വീട്ടിലെ ഒരു അംഗം 5:03-നും 7:17-നും ഇടയിൽ, ആ മുഹൂർത്തം വളരെ പ്രധാനമാണ് കേട്ടോ. 5:03-ന് മുമ്പും കത്തിക്കരുത്, 7:17 കഴിഞ്ഞിട്ട്, അത് ഒരുപാട് ലേറ്റായി പോവും. അത് നമ്മൾ കത്തിച്ചുകൊണ്ട് ആ ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. ആ ഒരു ഈശ്വര ചൈതന്യ മുഹൂർത്തമാണ് 5:03 മുതൽ 7:17 വരെയുള്ളതെന്ന് പറയുന്നത്. അപ്പം 5:03-നും 7:17-നും ഇടയിൽ കുളിച്ച് ശുദ്ധിയായിട്ട് ഐശ്വര്യമായിട്ട് വന്ന് 5 തിരിയിട്ട് രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക. അങ്ങനെ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ മുന്നിൽ ഞാൻ ഈ പറയുന്ന കാര്യം വെച്ചിട്ട് വേണം നിലവിളക്ക് കത്തിക്കാനെന്ന് പറയുന്നത്. അതെല്ലാം കത്തിച്ചെല്ലാം ഒരുക്കി നിങ്ങൾ തൊഴുതതിന് ശേഷം, ആദ്യം വിളക്കൊരുക്കുന്ന ആൾ തൊഴുതതിന് ശേഷം വീട്ടിലെ ഓരോരുത്തരായിട്ട് ഉറക്കം എഴുന്നേറ്റ് വരുന്ന വാക്കിന് വന്ന് തൊഴാൻ പറയണം. അത് 7:17-ന് മുമ്പ് ഉറക്കം എഴുന്നേറ്റ് വന്ന് തൊഴാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരും വന്ന് ഭഗവാനെ, ഭഗവതിയെ, കണിയെ കണ്ട് തൊഴുതിട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫലം ഏറ്റവും സത്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. നിലവിളക്കിൻ്റെ മുന്നിൽ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3 കാര്യവും വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വെക്കുക. ഇനി 3ഉം പറ്റുന്നില്ല, 2 പറ്റുന്നുള്ളൂ, അല്ലെ 1 പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണമെങ്കിലും നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് നാളത്തെ ദിവസം വിളക്ക് തൊഴുക. അത് കണി കാണുക എന്നുള്ളതാണ്. 3ഉം വെക്കാൻ പറ്റുന്നവർ 3ഉം വെച്ചോളൂ. അതിൽ പരം ഐശ്വര്യം വേറെ കിട്ടാനില്ല. എല്ലാവർക്കും ചിലപ്പം 3 എണ്ണവും വെക്കാൻ പറ്റണമെന്നില്ല. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും വെച്ച് തൊഴുക എന്നുള്ളതാണ്. 5 തിരിയിട്ട് നിലവിളക്ക് എന്നുള്ളത് നിർബന്ധമാണ്. നെയ്യ് ഒഴിച്ച് കത്തിക്കാമെങ്കിൽ കൂടുതൽ നല്ലത്. എണ്ണയായാലും കുഴപ്പമില്ല. എണ്ണയോ നെയ്യോ ഒഴിച്ച് 5 തിരി ഭദ്രാദീപം തെളിയിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. അതിൽ വരുന്ന നഷ്ടം വന്നോട്ടെ. 1-ാം തീയതി രാമായണ മാസ പുലരിയായിട്ട് വീട്ടിൽ തെളിയേണ്ടത്, ആ പ്രഭാത രശ്മികൾ ഏൽക്കുന്ന വീട്ടിൽ തെളിയേണ്ടത് 5 തിരിയിട്ട നിലവിളക്കാണ്.
ആ 5 തിരിയിട്ട നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ തീർത്ഥജലം വെച്ച് തുളസിക്കതിര് നുള്ളിയിട്ട് മറ്റൊരു പൂക്കളും വെക്കണ്ട, ആ തുളസി തീർത്ഥം വേണം ഭഗവാന് സമർപ്പിക്കപ്പെടാൻ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അലങ്കരിക്കണമെങ്കിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചോളൂ, ഏറ്റവും നല്ലത്. പക്ഷേ തുളസി തീർത്ഥം വേണം 5 തിരിയിട്ട നിലവിളക്കിനോടൊപ്പം വെക്കാനെന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നിലവിളക്കിൻ്റെ മുമ്പിൽ കണി കാണാനായിട്ട് വെക്കേണ്ടതെന്ന് പറയുന്നത് നല്ല ഒരു മഞ്ഞൾ പറയാണ്. എന്താണ് മഞ്ഞൾ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ഗ്ലാസ് സൈസിലുള്ള പറയുണ്ടല്ലോ. ഇനി ഗ്ലാസ് സൈസിലുള്ള പറ ഇല്ലാത്തവർ ഒരു ചെറിയ മൊന്തയോ ഒരു ചെറിയൊരു കുമ്പിള് പാത്രമോ ആയാലും മതി. അത് നിറയെ മഞ്ഞൾ നിറച്ച് വെക്കണം. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഉണക്ക മഞ്ഞൾ കഷ്ണം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ട് ഒരു കുമ്പിള് പാത്രത്തിലോ അല്ലെ ഒരു മൊന്തയിലോ അല്ലെ ഒരു ചെറു പറയിലോ വെച്ചിട്ട് അത് ഈ 5 തിരിയിട്ട് എരിയുന്ന തീർത്ഥത്തോടു കൂടി എരിയുന്ന നിലവിളക്കിന് മുന്നിൽ കണി കാണാനായിട്ട് വെക്കണം. ഏറ്റവും ഗംഭീരമാണ്. ഇനി മഞ്ഞൾ കഷ്ണമില്ലാത്തവർ ഒരു ഗ്ലാസ് നിറയോ ഒരു മൊന്ത നിറയോ അല്ലെങ്കിൽ ഒരു കുമ്പിള് പാത്രം നിറയോ മഞ്ഞൾ കൂന കൂട്ടി, ഇങ്ങനെ നല്ല സമൃദ്ധമായിട്ട് മഞ്ഞൾ ഒരു കൂന പോലെ കൂട്ടി ആ മഞ്ഞൾ പൊടി വെച്ചാലും മതി. പക്ഷേ ഉണക്കമഞ്ഞളുള്ളവർ അത് വെക്കണം. അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമതായിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ നിലവിളക്ക് ഒരുക്കുന്നവർ കണിയായിട്ട് വെക്കേണ്ടതെന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രം, ശ്രീരാമ ചിത്രം, മഹാവിഷ്ണു ചിത്രം, മഹാലക്ഷ്മി ചിത്രം, ലക്ഷ്മി നാരായണ ചിത്രം, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും അവതാര ചിത്രങ്ങളായാലും മതി, ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിലവിളക്കിൻ്റെ മുന്നിൽ ഐശ്വര്യമായിട്ട് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കുക. പൂജാമുറിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പൂജാമുറിയിൽ തന്നെ ഉണ്ടാവും, അവർക്ക് വേറെ തേടിപ്പോകേണ്ട കാര്യങ്ങളില്ല. അല്ലാതെ വിളക്ക് വെക്കുന്നവരാണ് നിലവിളക്കിൻ്റെ അടുത്ത് അത് വെക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിലുള്ളവർക്ക് അത് വയ്ക്കാം, ശ്രീരാമചന്ദ്രൻ്റെ ചിത്രം ഉള്ളവർക്ക് അത് വയ്ക്കാം, മഹാവിഷ്ണു അല്ലെ ലക്ഷ്മി നാരായണ ചിത്രം ഉണ്ടെങ്കിൽ അതും വയ്ക്കാം, ലക്ഷ്മി ചിത്രം തനിയെ ഉണ്ടെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. അത് നിലവിളക്കിൻ്റെ പിൻഭാഗത്തായിട്ട് വെച്ച്, നിലവിളക്ക് മുന്നിൽ കത്തിച്ച് പിൻഭാഗത്ത് ഭഗവാന്റെ ഈ ചിത്രം വരുന്ന രീതിയിൽ വെച്ച് രാവിലെ ഐശ്വര്യമായിട്ട് ആ നിലവിളക്കിനോടൊപ്പം ആ ഭഗവാന്റെ തിരുരൂപം കണി കാണാനായിട്ട് ചെയ്യാം. ഇതാണ് രണ്ടാമത്തത്. നമ്മൾ വിഷുവിനൊക്കെ കണി കാണാനായിട്ട് കൃഷ്ണന്റെ വിഗ്രഹം വെക്കത്തില്ലേ, ഒരുക്കി കൊന്നപ്പൂവായിട്ട്. ഇവിടെ കൊന്നപ്പൂവൊന്നും ഇല്ലെന്നേ ഉള്ളൂ, നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെക്കാം. നിലവിളക്കിനോടൊപ്പം ആ ഭഗവാന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രവും ഈ മഞ്ഞളിനോടൊപ്പം നിങ്ങൾക്ക് വെച്ച് കണി കാണാം. ഇനി മഞ്ഞളില്ല, നിങ്ങൾക്ക് വിഗ്രഹം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചാലും കണി കാണും. ഇനി വിഗ്രഹമില്ല, മഞ്ഞൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അങ്ങനെ വെച്ചായാലും കണി കാണാവുന്നതാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഭാഗവതം, രാമായണം പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അത് നമ്മൾ ആ വിളക്ക് പറ്റിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് ഐശ്വര്യമായിട്ട്, വെറും നിലത്ത് വെക്കരുത്, ഒന്നിൽ തുണി വിളിച്ച് അല്ലെങ്കിൽ അതിനൊരു പീഠം വെച്ച് അതിൽ വേണം വെക്കാനായിട്ടെന്ന് പറയുന്നത്. അതും ഈ കണി കാണുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം 3 കാര്യങ്ങൾ കണി കാണാൻ പറഞ്ഞു തന്ന് ഈ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആ നിലവിളക്ക് 5 തിരിയിട്ടെരിയുന്ന നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ച് കണി കാണുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ വേണം കണി ഒരുക്കാനായിട്ട്. അപ്പം ആദ്യം തൊഴുന്ന അതേ മുഹൂർത്തത്തിൽ തന്നെ ആദ്യം തന്നെ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് വിളക്കൊരുക്കി 5 തിരിയിട്ട് തിരി കത്തിച്ച് തീർത്ഥം വെച്ച് ഈ കണി ഒരുക്കി ആദ്യം തൊഴുന്ന ആൾ ഓം നമോ നാരായണായ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്ക് തൊഴുതു തുടങ്ങാനെന്ന് പറയുന്നത്. രാമായ നമ എന്ന് ചൊല്ലണം. എങ്ങനെയാണ്? രാമായ നമ എന്ന് ചൊല്ലണം നിലവിളക്കിൻ്റെ മുന്നിൽ. അതുപോലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന വാക്കിന് എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ രാമായ നമ, നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം എഴുന്നേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലെല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തോ, രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പം നാരായണ 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 രാമായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും. വിളക്ക് തൊഴുമ്പോഴും ഓം നമോ നാരായണ ചൊല്ലിക്കഴിഞ്ഞാൽ രാമായ നമ എന്ന് ചൊല്ലുക. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്നുകൂടി ചൊല്ലുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും. എല്ലാ മന്ത്രവും 3 തവണ ചൊല്ലണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത്. ഓം നമഃശിവായ, ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. ഓം നമഃശിവായ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. അതുപോലെ മഹാലക്ഷ്മി ദേവിയെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുകൂടി ചൊല്ലി മഹാലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നെ 4-5 മന്ത്രങ്ങൾ, ഓം നമോ നാരായണായ മന്ത്രം, രാമായ നമ മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രം, അതുപോലെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ മന്ത്രം,
ഓം നമഃശിവായ മന്ത്രം. ഈ 5 മന്ത്രങ്ങളും എല്ലാവരും ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതാണ് ആദ്യമായിട്ട് വിളക്ക് കണ്ട് കണി കാണുന്ന വ്യക്തികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മ രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് അന്നപൂർണേശ്വരി ദേവിയെയും ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അന്നപൂർണേശ്വരി ദേവി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഓം അന്നപൂർണേ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേശ്വരി ദേവിയേ നമ എന്ന് അടുക്കളയിൽ കയറുന്ന സമയത്ത് അടുക്കളയിൽ കയറി ഒരു നിമിഷം ഒന്ന് നിന്ന് നെഞ്ചത്ത് കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രാമായ നമ എന്ന അടുക്കളയിൽ നിന്നുകൂടി സ്ത്രീകൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായി എന്നുള്ളതാണ്. സാധാരണ ദിവസങ്ങളിൽ 2 or 3 ചന്ദനത്തിരിയാണ് രാവിലെ നമ്മൾ കത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ല ഒരു ചന്ദനത്തിരിയാണ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 or 3 ചന്ദനത്തിരി കത്തിക്കണം കേട്ടോ. നല്ല സുഗന്ധമുഖരിതമായിരിക്കണം വീട്ടിലെ അന്തരീക്ഷം എന്നുള്ളതാണ്. ഭഗവാനും ഭഗവതിയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സുഗന്ധമുഖരിതമായിട്ടുള്ള സ്ഥലത്ത് വാഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭഗവാനും ഭഗവതിയും വരുന്ന 1 ദിവസം നമ്മളുടെ വീട് സുഗന്ധമുഖരിതമായാൽ അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല. അപ്പോൾ 2 or 3 ചന്ദനത്തിരിയൊക്കെ കത്തിക്കുക. പറ്റിയാൽ തുളസിത്തറയിലും ഒക്കെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുക. ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഐശ്വര്യമാണ്. വീടിൻ്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ വീടിൻ്റെ കതക് തുറന്നിട്ട് കതകിൻ്റെ അടുത്തൊക്കെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. രാവിലെ 1 മൊന്ത ജലം തുളസിക്ക് ഒഴിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒഴിക്കണം കേട്ടോ. 1 മൊന്ത ജലം തുളസിക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിൽ നിറകുടം വെക്കാൻ പറ്റുന്നവർ നിറകുടം വെക്കണം കേട്ടോ. എന്താണ് നിറകുടം എന്ന് പറയുന്നത്? നല്ല ഒരു കുടം എടുത്ത്, കുടം നിറയെ, അത് ലോഹക്കുടം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മളെ മൺകുടം ആയിക്കൊള്ളട്ടെ, നല്ല ഒരു കുടം എടുത്ത് ആ കുടം തുളുമ്പുന്ന രീതിയിൽ ജലം നിറച്ച് അത് നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സിറ്റ് ഔട്ട് ഭാഗം അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുക. ഒരു ചെയറോ ഒരു സ്റ്റൂളോ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ നമുക്ക് ഈ അരഭിത്തി ഉണ്ടെങ്കിൽ അതിന് മുകളിലോ ഒക്കെ ആയിട്ട് സൗകര്യപൂർവ്വം വെക്കുക. മനുഷ്യൻ്റെ ഒരു നെഞ്ചളവിന് അല്ലെ വയറളവിന് വരുന്ന രീതിയിൽ പൊക്കത്തിൽ വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഈ നിറകുടം ശകുനമായിട്ടിരിക്കുന്നത് ഏറ്റവും ഗംഭീരമാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ രാമായണ മാസ പുലരിയിൽ ചെയ്യുന്നത് അത് 1 വർഷത്തെ ഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും രാവിലെ ഒരു നല്ല നിറകുടം വെക്കുക. ആ നിറകുടം ശകുനമായിട്ട് കണ്ടുകൊണ്ട് വേണം എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നവർ, പുറത്ത് പോകുന്നവരൊക്കെ പോകാനായിട്ട്. വീട്ടിലെ ഗൃഹനാഥ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവരും മറന്നു പോവാതെ ഇന്നും നാളെയായിട്ട് നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്ന നിലവിളക്കുണ്ടല്ലോ, നിലവിളക്ക് കഴുകി തുടച്ച് പുളിയൊക്കെ ഇട്ട് നല്ല മിനുക്കി വെക്കണം കേട്ടോ. ഈ കർക്കിടക മാസം രാമായണ മാസം 1 തീയതി രാവിലെ കത്തിക്കുന്ന നിലവിളക്ക് ഒരിക്കലും മുഷിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ നിറം മങ്ങിയിരിക്കാനോ പാടില്ലെന്നാണ് പറയുന്നത്. നിറം മങ്ങിയിരിക്കാൻ പാടില്ല നിലവിളക്ക്, നല്ല വെട്ടിത്തിളങ്ങണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നാളെ നിങ്ങൾക്ക് സമയമുണ്ട്, കഴുകി വൃത്തിയാക്കി നല്ല പുളിയൊക്കെ ഇട്ട് നല്ല ഉരച്ച് നല്ല ക്ലീനാക്കി നല്ല വൃത്തിയാക്കി നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ 1 തീയതി രാവിലെ ആ നിലവിളക്ക് കത്തിക്കുക. മറന്നു പോരുത്. അതിൻ്റെ ഐശ്വര്യം മൊത്തം കുടുംബത്തിന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവർ രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാനെന്ന് പറയുന്നത്. ഒരിക്കലും വീട് അടഞ്ഞ് മൂടി കിടക്കരുത്, നിലവിളക്ക് കത്തിക്കാതെ ഇരുട്ടിലാണ്ട് കിടക്കരുത്. അത് ഇരട്ടി ദോഷമായിട്ടുള്ള കാര്യമാണ്. രാവിലെ അമ്പലത്തിൽ പോകുന്നവർ രാവിലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് എങ്ങും കയറാൻ നിൽക്കരുത് കേട്ടോ. ഇനി ബന്ധുവീടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറൊരു ഇടമുണ്ട്, അവിടെ ഒന്ന് കയറണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോകണം, ചെയ്യരുത്. രാവിലെ അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൽ നിന്ന് അമ്പലത്തിലേക്ക്, അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക്, അതായിരിക്കും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ നിന്ന് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ച് അല്ലെങ്കിൽ പ്രസാദം സ്വീകരിച്ച് ഐശ്വര്യമായിട്ട് ആ പ്രസാദമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുക. അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. അതാണ് ആ ചൈതന്യം നിങ്ങളുടെ വീടിന് കൊണ്ടുവരുന്ന കാര്യം. അല്ലാതെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് കാര്യമില്ല. അമ്പലത്തിൽ പോകുന്നവർ, വിഷ്ണു അമ്പലത്തിൽ പോകുന്ന എല്ലാവരും ആയുർ സൂക്തം കഴിപ്പിക്കണം കേട്ടോ. ശിവന്റെ അമ്പലത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കണം കേട്ടോ. തൊഴാൻ പോകുന്ന എല്ലാവരും, വേറെ കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ വഴിപാടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ആ വഴിപാടുകളൊന്നും പറ്റിയില്ലെങ്കിലും അമ്പലത്തിൽ പോകുന്ന എല്ലാവരും, ആ പോയി തൊഴാൻ പോകുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ ഒരാൾ നിർബന്ധമായിട്ടും വിഷ്ണു അമ്പലത്തിലാണ് തൊഴാൻ പോകുന്നത് അല്ലെങ്കിൽ കൃഷ്ണ അമ്പലത്തിലാണ് തൊഴാൻ പോകുന്നത്, ഭഗവാൻ നാരായണ സങ്കല്പത്തിലുള്ള അമ്പലത്തിലാണ് തൊഴാൻ പോകുന്നത്, ആയുർ സൂക്തം നടത്തണം. അതേസമയം ശിവന്റെ അമ്പലത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ കൃത്യമായിട്ട്
മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ 25-35 രൂപയൊക്കെ ആവുള്ളൂ ആ ഒരു പുഷ്പാഞ്ജലി. ഇവിടെ 25-ന് നമ്മൾ നടത്തി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ആ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഐശ്വര്യമായിട്ട് കഴിപ്പിക്കുക. അതിൻ്റെ പ്രസാദമായിട്ട് വേറെ ഒരു അർച്ചനയും പുഷ്പാഞ്ജലിയും നടത്തുന്ന പോലല്ല. കർക്കിടക മാസം 1 തീയതി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ആയുർ സൂക്തം നടത്തുന്നതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത്. അപ്പം അതും നടത്തി അതിൻ്റെ പ്രസാദമായിട്ട് വീട്ടിൽ വന്നു കയറുക. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അതുപോലെ വൈകുന്നേരം വിളക്ക് കത്തിക്കേണ്ട മുഹൂർത്തം, എൻ്റെ പൂജ സന്ധ്യയ്ക്ക് വെള്ളിയാഴ്ച പ്രമാണിച്ച് മഹാലക്ഷ്മി പൂജ നടക്കുന്നുണ്ട്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് 6:11-നും 6:37-നും ഇടയ്ക്കുള്ള സമയമാണ്. 6:11 മുതൽ 6:37 വരെ. അപ്പം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും 6:11-നും 6:37-നും ഇടയിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിക്കുക, ലേറ്റാക്കി കളയരുത്. അപ്പോൾ 6:11-നും 6:37-നും ഇടയിൽ നിലവിളക്ക് കത്തിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. കർക്കിടക 1 തീയതി സന്ധ്യയ്ക്ക് ഭഗവതി വരുന്ന സന്ധ്യയാണ്, അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മുഹൂർത്തത്തിൽ ചെയ്യാമെങ്കിൽ എൻ്റെ പൂജ ഇവിടെ നടക്കുന്നു, വീട്ടിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നു, നമ്മൾ അനേകായിരം പേര് അല്ലേ, ഇത്രേ ആളുകൾ നമ്മൾ ഒന്നിച്ചിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്യുന്നതിന് ഫലസിദ്ധി കൂടുതലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ എല്ലാം കൂട്ടമായിട്ട് നടത്തുന്നത്. വിളക്കുകൾ നടത്തുന്ന കണ്ടിട്ടില്ലേ, കാര്യസിദ്ധി പൂജ നടത്തുന്ന കണ്ടിട്ടില്ലേ, ദോഷ നിവാരണത്തിനായിട്ട് പൂജകൾ നടത്തുന്ന കണ്ടിട്ടില്ലേ, എല്ലാം കൂട്ടം ചേർന്ന് നടത്തുന്നത്. എന്താണ് കൂട്ടം ചേരുമ്പോൾ അതിന് ശക്തി, പ്രഭ അല്ലെങ്കിൽ ഫലസിദ്ധി കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇത് 6:11-നും 6:37-നും ഇടയിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താം. മഹാലക്ഷ്മി പൂജ നടക്കുന്ന സമയം, ഭഗവതി സാന്നിധ്യമുള്ള സമയം, സർവം ഗംഭീരമായി വരും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ കർക്കിടകം പ്രമാണിച്ച് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കാം. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.